നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിന് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും വിജയം. തുടർച്ചയായ രണ്ടാം കളിയിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിരിക്കുന്നു. അവസാന ഘട്ടം വരെ സമനിലയിൽ നിന്ന മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് വിജയ ഗോൾ നേടിക്കൊണ്ട് പോർച്ചുഗലിന് അനുകൂലമാക്കി മാറ്റിയത്. ക്രിസ്ത്യാനോയെ കൂടാതെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് പോർച്ചുഗലിന്റെ ഗോൾ കണ്ടെത്തിയത്. സ്കോട്ട് മാക്ടോമിനായി സ്കോട്ട്ലൻഡിനായിട്ടൊരു ഗോൾ കണ്ടെത്തി. അങ്ങനെ 2-1 പോർച്ചുഗൽ വിജയിച്ചു കയറിയ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല. പോർച്ചുഗലിന്റെ ആദ്യ ലെവലിൽ റാഫേൽ ലിയാവോയും ഡിയേഗോ ജോട്ടയും പെഡ്രോ നെറ്റോയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ സ്കോട്ട്ലൻഡിനായിട്ട് സ്കോട്ട് മാക്ടോമിനായി ഗോൾ അടിച്ചു. 7ാമത്തെ മിനിറ്റിലെ ഗോളിലൂടെ അവർ പോർച്ചുഗലിനെ ഞെട്ടിച്ചു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് വന്നു. കളി അവിടെ മാറുകയായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് 54ാമത്തെ മിനിറ്റിൽ റാഫേൽ ലിയാവോയുടെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് പോർച്ചുഗലിന് ഒപ്പം എത്തിച്ചു. ഒടുവിൽ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ 88ാമത്തെ മിനിറ്റിലാണ് ന്യൂനോ മെൻഡസിന്റെ അസിസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറക്കുന്നത്. ഒരിക്കൽ കൂടി തന്റെ ടീമിനെ രക്ഷിച്ചുകൊണ്ട് വിജയ ഗോൾ CR7 കണ്ടെത്തിയതോടെ പോർച്ചുഗൽ വിജയ തീരമണഞ്ഞു. ആ ഒരു വിജയത്തോടുകൂടി കളിച്ച 2 മത്സരങ്ങളും വിജയിച്ച് ലീഗ് എയുടെ ഗ്രൂപ്പ് 1 ഇപ്പോൾ 6 പോയിന്റോടെ പോർച്ചുഗൽ 1ാം സ്ഥാനത്താണ്. ക്രൊയേഷ്യക്കും അതുപോലെ പോളണ്ടിനും 3 വീതം പോയിന്റുകളുണ്ട്. അവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത്. കളിച്ച 2 കളികളും തോറ്റ സ്കോട്ട്ലൻഡ് പോയിന്റുകളൊന്നുമില്ലാതെ ഈ ഒരു പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.